ഓക്കെ. സോ നമ്മളിന്ന് നാനോൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി ഇൻ എയർ പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻസറിനെ പറ്റിയിട്ടും അത് അവരുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെ വരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി ഇൻ എയർ പൊല്യൂഷൻ കൺട്രോൾ, അതായത് എയർ പൊല്യൂഷനിൽ എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം ഇപ്പോൾ ഈ എയറിൽ പലതരത്തിലുള്ള ഹാംഫുൾ പൊല്യൂട്ടൻസ് ഉണ്ട് അല്ലേ. സോ അവരെയൊക്കെ കുറേം കൂടിയിട്ട് പല എഫിഷ്യൻറ്റ് ടൂൾസിൽ ട്രാക്ക് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് അതിനെല്ലാം കൂടി നമ്മൾ ട്രാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറേ മെറ്റീരിയൽസും കാര്യങ്ങളുണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കറ്റാലിറ്റിക് കൺവേർട്ടേഴ്സ്. സോ കറ്റാലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾസിൽ നിന്നുള്ള ഹാംഫുൾ ഗ്യാസസ്, അതായത് CO, NO2 അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ്, അതൊക്കെ അതിനെ കുറച്ചും കൂടെ സേഫർ ഗ്യാസ് ആയിട്ട് കുറേ കൂടെ കൺവേർട്ട് ചെയ്യുക. അതായത് ഇപ്പം ഇതിനകത്ത് നോക്കുന്ന പോലെ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ H2 അങ്ങനെയായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതായത് ഹാംഫുൾ ഗ്യാസസിനെ നമ്മൾ കുറച്ചും കൂടെ സേഫർ പാർട്ടിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് വൈ ദിസ് നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹൈ സർഫസ് ഏരിയ ഉള്ളത് കൊണ്ട്. കുറേ സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കുറേയും കൂടെ ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതായത് കുറേയും കൂടെ നല്ല റിയാക്ഷൻസ് കുറേയും കൂടെ ബെറ്റർ ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾസ് പ്ലാറ്റിനം, പലേഡിയം, റോഡിയം അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫോട്ടോ കറ്റാലിസിസ്. അതായത് അവിടെ ഫോട്ടോ കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ലൈറ്റിനെ യൂസ് ചെയ്തിട്ട് ഈ ടോക്സിക് ഓർഗാനിക് ഗ്യാസസ് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, അതായത് ടോക്സിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ആ ടോക്സിറ്റി കുറയും. അപ്പോൾ അത് നോർമൽ ഇതിലേക്ക് വരും. അതായത് അവിടെ എന്താ വരുന്നത് വെച്ചാൽ അവിടെ ലൈറ്റ് ആക്ടിവേറ്റ്സ് ദ നാനോ മെറ്റീരിയൽസ് ടു ഡിസ്ട്രോയ് ദ പൊല്യൂട്ടൻസ്. അവിടെ ലൈറ്റാണ് അതിൻ്റെ മെയിൻ സോഴ്സ്. ലൈറ്റാണ് അവിടെ മെയിൻ സോഴ്സ്. ഇവിടെ യൂസ് ചെയ്യുന്ന നാനോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ടൈറ്റേനിയം ഡയോക്സൈഡ്, പ്ലാസ്മോണിക് നാനോ പാർട്ടിക്കിൾസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എയർ ഫിൽട്രേഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എയർ ഫിൽട്രേഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ ഹാംഫുൾ ഗ്യാസസിനെയും അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യും. അതായത് അവിടെ നമ്മൾ ഈ നാനോ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ഈ ഇപ്പോൾ വെന്റിലേഷൻസിലും അല്ലെങ്കിൽ വെന്റിലേഷൻ സിസ്റ്റം പ്യൂരിഫയേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്, ഈ നാനോ ഫൈബേഴ്സ്. അപ്പോൾ ഈ നാനോ ഫൈബേഴ്സ് എന്ന് അതായത് ഈ ടൈറ്റേനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ നാനോ ട്യൂബ്സ്, ഗ്രഫീൻ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽസിൽ നിന്നാണ് നമ്മൾ ഈ നാനോ ഫൈബേഴ്സിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഈ അൾട്രാ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പോലും അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നാനോ സെൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാനോ സെൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് പോലത്തെ ഗ്യാസസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സെൻസേഴ്സ് പറയുമ്പോൾ സെൻസ് ചെയ്യും, അവർ ഡിറ്റക്ട് ചെയ്യും. ആൻഡ് അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ സെൻസിറ്റിവിറ്റി അലൗസ് ഫോർ ഏർലി വാർണിംഗ് ആൻഡ് ബെറ്റർ എയർ മോണിറ്റർ. അപ്പോൾ നമുക്ക് നേരത്തെ അവർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ കോഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബെറ്റർ എയർ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എയർ പൊല്യൂഷൻ. പിന്നെ വരുന്നത് ഇലക്ട്രോ സ്പൺ നാനോ ഫൈബേഴ്സ്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ക്യാപ്ചർ ടൈനി പാർട്ടിക്കിൾസ് ഫ്രം ദി എയർ. അവിടെ സെയിം ഫിൽട്രേഷൻ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കൂടെ ഹൈ ഫിൽട്രേഷൻ റേറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് ഇൻഡോർ എയർ പ്യൂരിഫിക്കേഷൻ. അതായത് അകത്തുള്ള എയറിനെ നമുക്ക് കുറേ കൂടെ ഫോർമാലിഡിഹൈഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പറയുന്നത് ടൈറ്റേനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ. അവരെവിടെ യൂസ് ചെയ്യുന്നത്? ഇൻ പെയിൻസും കോട്ടിങ്സും ബിൽഡിംഗ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും
കുറേയും കൂടെ പൊല്യൂഷൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ മെറ്റീരിയൽസിന് ഉണ്ട്. സോ ഇത് ഇത്രയാണ് എന്താ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പോയിന്റ്സ് ആയിട്ട് ഓരോ പ്യൂരിഫിക്കേഷൻ പ്രോസസ് അവർ എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് നാനോ മെറ്റീരിയൽസ് ഇൻ ഹൈഡ്രജൻ ജനറേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ, അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വിച്ച് ഇസ് കൺസിഡർ ആസ് എൻ ഐഡിയൽ ഫ്യൂവൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ക്ലീൻ റിന്യൂവബിൾ ഫ്യൂവൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഓൺലി പ്രൊഡ്യൂസസ് എന്താ, വാട്ടർ വെൻ ബേൺഡ് അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഹൈഡ്രജൻ സേഫ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും സ്റ്റോർ ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ചാലഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഈ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ദിസ് പ്രൊവൈഡ്സ് ഒരു ഇന്നോവേറ്റീവ് വേസ് ടു സ്റ്റോർ മോർ ഹൈഡ്രജൻ ഇൻ സ്മോളർ സ്പേസസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഈസിലി ബി റിലീസ്ഡ് വെൻ ഇറ്റ് ഇസ് നീഡഡ്. അപ്പോൾ മേക്കിംഗ് ഇറ്റ് മോർ പ്രാക്ടിക്കൽ രീതിയിൽ. ഓക്കെ, സോ ആൻഡ് വൈ ഇസ് ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിഫിക്കൾട്ട്? അതെന്തുകൊണ്ടാണ് നമുക്ക് ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിഫിക്കൾട്ട് ആണ് നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജന് ലോ ഡെൻസിറ്റി ആണുള്ളത്. അപ്പോൾ ലോ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് എന്താ പറ്റുക, ഒരു ലാർജ് വോളിയം ഓഫ് ഒരു ഗ്യാസ് ഫോമിലായിരിക്കും അവർ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ കംപ്രസിങ് അല്ലെങ്കിൽ ലിക്വിഫൈങ് ഹൈഡ്രജൻ ഇറ്റ് റിക്വയർസ് ഹൈ പ്രഷർ അല്ലെങ്കിൽ എന്താ വെരി ലോ ടെമ്പറേച്ചർ. പക്ഷെ അതെന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ്സ് ആക്ച്വലി കോസ്റ്റ്ലി ആൻഡ് വിച്ച് ഇസ് unsafe to use. Okay, so these are the reasons why hydrogen storage is difficult എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഹൗ ഡസ് ദിസ് നാനോ ടെക്നോളജി ഹെൽപ്സ് ഇൻ ദിസ് ഹൈഡ്രജൻ സ്റ്റോറേജ്? ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് സീറോ എമിഷൻ. അതായത് നമ്മളിപ്പോൾ ഫ്യൂവൽ സെൽസിൽ നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ, ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. അതാണ് റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒന്നും തന്നെ ഇല്ല. അവിടെ എനർജി എഫിഷ്യൻസി കാണാം, എനർജി ഇൻഡിപെൻഡൻസും ആണ്. അതായത് ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് ദേ ആർ മോർ എഫിഷ്യൻറ്റ് ദാൻ ട്രഡീഷണൽ കമ്പഷൻ ആണ്. പിന്നെ റെഡ്യൂസസ് റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ് ആൻഡ് സപ്പോർട്ട്സ് എ സസ്റ്റൈനബിൾ എനർജി എക്കണോമി. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് കോൾഡ് ദ ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അത് ഇറ്റ് ഇസ് കൺസിഡർ ആസ് ക്ലീൻ ആൻഡ് റിന്യൂവബിൾ ഫ്യൂവൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് വൈ ഇസ് ഇറ്റ് ക്രൂഷ്യൽ? അത് എന്തുകൊണ്ട് ഹൈഡ്രജൻ സ്റ്റോറേജ് നമ്മൾ വേണമെന്ന് പറയുന്നത് കൊണ്ട്, എന്തുകൊണ്ട് പറയുന്നു എന്നാണ്. അതായത് ടു യൂസ് ഹൈഡ്രജൻ എഫക്റ്റീവ്ലി, എസ്പെഷ്യലി ഇപ്പോൾ വെഹിക്കിൾസ്, പോർട്ടബിൾ സിസ്റ്റംസ്, വി നീഡ് സേഫ്, കമ്പാക്ട് ആൻഡ് എനർജി സ്റ്റോറേജ് മെത്തേഡ്സ്. അപ്പോൾ ഐഡിയൽ ഹൈഡ്രജൻ സ്റ്റോറേജ് മെറ്റീരിയൽസ് ഷുഡ് ഹാവ് എന്താ വേണ്ടത്, ഹൈ ഹൈഡ്രജൻ കണ്ടന്റ് ആവശ്യമാണ്. ഒരു ഗുഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി റേഞ്ച് ഇത്തരം ഒരു റേഞ്ചിൽ വേണം. പിന്നെ ലോ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ഫാസ്റ്റ് കൈനറ്റിക്സ്, അതായത് ക്വിക്ക് അബ്സോർപ്ഷനും ആസ് വെൽ ആസ് ക്വിക്ക് റിലീസ് ഓഫ് ഹൈഡ്രജനും വേണം. റിവേഴ്സിബിലിറ്റി, ലൈറ്റ് വെയ്റ്റ് ആൻഡ് അഫോർഡബിൾ. സോ ഈ ഒരു പോയിന്റ്സ്, ഇത്രയും ആ ഒരു ഐഡിയൽ ഹൈഡ്രജൻ സ്റ്റോറേജ് മെറ്റീരിയൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത്രയും ഒരു എന്താ ഇത്രയും പോയിന്റ്സ് വേണം അതിന്. മീൻസ് ഇത്രയും കാര്യങ്ങൾ അത് ആ ഒരു മെറ്റീരിയൽസ് കാണിക്കണം. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ സ്റ്റോറേജ് സിസ്റ്റം. സോ ഇതിനകത്ത് യു ക്യാൻ സീ റിസർച്ചേഴ്സ് ഹാവ് എക്സ്പ്ലോർഡ് വേരിയസ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ പല മെറ്റീരിയൽസ് നമ്മളുടെ റിസർച്ചേഴ്സ് നോക്കി. അതാണ് മെറ്റൽ ഹൈഡ്രൈഡ്സ്, കോംപ്ലക്സ് ഹൈഡ്രൈഡ്സ്, കെമിക്കൽ ഹൈഡ്രൈഡ്സ്, അബ്സോർബൻസ്, നാനോ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ പല മെറ്റീരിയൽസ് അവർ നോക്കി അതിനെ എങ്ങനെ ഹൈഡ്രജൻ അതിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്.
ഓക്കെ. സോ, അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു നാനോ ടെക്നോളജി പറയുമ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്കതിനെ ഡിസൈൻ ചെയ്ത് കസ്റ്റം എന്താ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ആ രീതിയിൽ മെറ്റീരിയൽസിനെ നമുക്ക് എടുത്ത് അബ്സോർബ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഹൈഡ്രജൻ റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ നമ്മളുടെ കണ്ടീഷൻസ് മോഡറേറ്റ് കണ്ടീഷൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ അല്ലെ നാനോ മെറ്റീരിയൽസിൻ്റെ സർഫസിൽ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്യും. അതാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുക. അതായത് അബ്സോർബ് ചെയ്യുക എന്ന് പറയാം, അബ്സോർപ്ഷൻ. അപ്പോൾ മെറ്റീരിയൽസ് വിത്ത് ഹൈ സർഫസ് ഏരിയ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? കുറെ ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർബൺ നാനോ സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ കാർബൺ നാനോ ട്യൂബ്സ് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം, ഗ്രഫീൻസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ ഈ മോഫ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സിനെയാണ് പറയുന്നത് മോഫ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആക്ച്വലി MOF എന്ന് പറയും. അതും ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽസ് തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോറസ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ്. അവർ എന്ന് വെച്ചാൽ അവർക്ക് മെറ്റൽ അയോൺസും ഓർഗാനിക് ലിങ്കേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അങ്ങനെയാണ് അവരുടെ ഒരു ഇതിനകത്തുള്ളത്. പിന്നെ സിയോലൈറ്റ്സ്, നാനോ പോറസ് കാർബൺസ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽസിനെല്ലാം നാനോ മെറ്റീരിയൽസ് ഇവർ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് വന്നിട്ടുണ്ട് അവരെ അബ്സോർബ് ചെയ്യും, അവരുടെ സർഫസിൽ വന്നും ഇരിക്കും. അപ്പോൾ അവർക്ക് ഹൈ സർഫസ് ഏരിയ ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? കുറേ ഹൈഡ്രജൻ അബ്സോർബ് ചെയ്യാനും കുറേയും കൂടെ സ്പേസുകൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും, പിന്നെ ഹൈ അബ്സോർപ്ഷൻ പേർപ്പസും പിന്നെ റിലീസ് ചെയ്യാനും പറ്റും. അതായത് നമ്മൾ ഒത്തിരി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് അതിന് ഹൈഡ്രജൻ റിലീസ് ചെയ്യാനും പറ്റും. പിന്നെ വരുന്നത് ഇപ്പോൾ അബ്സോർപ്ഷൻ ഇൻ മെറ്റൽ അല്ലെങ്കിൽ അലോയ് നാനോ പാർട്ടിക്കിൾസിലൊക്കെ നമുക്ക് ഈ ഹൈഡ്രജൻ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റംസ് അവർ എൻ്റർ ചെയ്ത് അവർ ആ ഒരു അതിനകത്തുള്ള മെറ്റൽ ലാറ്റസിൻ്റെ അകത്ത് ഉള്ള സ്പേസസിൽ വന്ന് സ്റ്റോർ ചെയ്യും, സ്പേസിൽ വന്ന് ഫില്ലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പോഞ്ച് എടുക്കുകയാണെങ്കിൽ സ്പോഞ്ച് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സ്പോഞ്ച് ഫുള്ള് ആ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യും. അതായത് അതിൻ്റെ എല്ലാ ഹോൾസിലും വന്ന് അബ്സോർബ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ മെറ്റൽ അലോയ്സ്, മെറ്റൽ ലാറ്റസസിനകത്തും ഈ ഹൈഡ്രജൻ ആറ്റംസ് വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ ദ മെറ്റൽ ഫോംസ്, അപ്പോൾ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? അവിടെ ഒരു മെറ്റൽ ഹൈഡ്രൈഡ് ഫോം ചെയ്യും. അതായത് ഒരു മെറ്റൽ ലാറ്റസിനകത്ത് ഹൈഡ്രജൻ ആറ്റംസ് വരുമ്പോൾ അവിടെ മെറ്റൽ ഹൈഡ്രൈഡ്സ് ആയിട്ട് അവർ ഫോം ചെയ്യും. അപ്പോൾ അത് പിന്നെ ലേറ്റർ ഓൺ അവർ ഹൈഡ്രജൻ ആയിട്ട് എന്താ പറ്റും? റിലീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഗ്നീഷ്യം ഹൈഡ്രൈഡ് നാനോ പാർട്ടിക്കിൾസ് ഒരു എക്സാമ്പിളാണ്. പലേഡിയം, ടൈറ്റേനിയം, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ അതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഇതെന്ന് പറയുന്നത് ഇത് നാനോ മെറ്റീരിയൽസ് അഡ്വാൻറ്റേജസ്, അതായത് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസ്. നമ്മൾ ആദ്യം പറയുന്നത് ഹൈ സർഫസ് ഏരിയ. ഹൈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അത് എല്ലാ ആപ്ലിക്കേഷനകത്തൊരു ഫസ്റ്റ് പോയിന്റ് ആണ് സർഫസ് ഏരിയ എന്നുള്ളത്. പിന്നെ വരുന്നത് എൻഹാൻസ്ഡ് കൈനറ്റിക്സ്, അതായത് ഈ നാനോ സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഇറ്റ് ക്യാൻ അലൗ ദി ഹൈഡ്രജൻ ടു മൂവ് ക്വിക്ക്ലി ത്രൂ ദ മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽ കുറേയും കൂടി ഡിഫ്യൂസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും കുറച്ചുകൂടി മൂവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയാണ് പറ്റും. പിന്നെ വരുന്നത് അതിൻ്റെ ടൈലേർഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നാനോ മെറ്റീരിയൽസ് ക്യാൻ ബി എൻജിനീയർഡ് ടു ഹാവ് സ്പെസിഫിക് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രേറ്റ്സ്. അപ്പോൾ അതായത് ദിസ് അലൗസ് ഫോർ ബെറ്റർ കൺട്രോൾ ഓവർ ഹൈഡ്രജൻ സ്റ്റോറേജ് ബിഹേവിയർ. പിന്നെ കറ്റാലിറ്റിക് ഡോപ്പിംഗ് ഉണ്ടാവും, അതായത് ഈ പറഞ്ഞ പോലെ നാനോ പാർട്ടിക്കിൾസ് ദേ ആക്ട് അവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഹൈഡ്രജൻ ഡിസോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്താ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. അതാണ് ആക്ച്വലി കറ്റാലിറ്റിക് ഡോപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞത് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസും ഗ്രഫീനും ഇതിനകത്ത് യൂസ്ഫുൾ ആണ് വരുന്നത്. പിന്നെ അവർക്ക് സർഫസ് ആൻഡ് ബൾക്ക് അബ്സോർപ്ഷൻ, അത് നമ്മൾ പറഞ്ഞു, സർഫസ് ഏരിയ കൂടുതൽ ഉള്ളത് കൊണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും, കുറേയും കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റിലീസ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ റീസൺസ്, അതായത് കാർബൺ മെറ്റീരിയൽസ് ലൈക്ക് നമ്മൾ പറഞ്ഞു കാർബൺ നാനോ ട്യൂബ്സും ഗ്രഫീനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്.
ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹൈലി പോറസ് ആണ്. ഫിസീസ് ഓപ്ഷൻ നടക്കും, കെമീസ് ഓപ്ഷൻ ഉണ്ട്. ലോ ആക്ടിവേഷൻ എനർജി ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ ലോ ആക്ടിവേഷൻ ഉള്ളപ്പോൾ എന്താ കുറേ കൂടെ ഹൈഡ്രജനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റും ആൻഡ് അത് കുറേ കൂടെ സ്റ്റോർ ചെയ്യാനും പറ്റും. സോ ഇത്രയാണ് നമ്മളുടെ ഹൈഡ്രജൻ സ്റ്റോറേജിന് നമ്മളെങ്ങനെ നാനോ മെറ്റീരിയൽസ് യൂസ്ഫുൾ ആകുന്നു എന്നുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറേ കൂടെ സിമ്പിൾ പോയിന്റ്സിലേക്ക് ആക്കി ഞാൻ തന്നത്. ടെക്സ്റ്റിനകത്ത് കുറേ കൂടെ വായിച്ച് അതിനകത്ത് എക്സ്പ്ലനേഷൻ കാണും. സോ അത് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പോയിന്റ്സും ആയിട്ട് അത് എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഹൈഡ്രജൻ സ്റ്റോറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എയർ പ്യൂരിഫിക്കേഷൻ. സോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഐ ഹോപ്പ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതിനാണ്, അതായത് ആപ്ലിക്കേഷൻ വരുന്നത്. സോ അത് ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട്, മീൻസ് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതിയാലും മതി. ഇപ്പോൾ സപ്പോസ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ വിത്ത് ദിസ് നാനോ മെറ്റീരിയൽസിൻ്റെ പോർഷൻസ് നമ്മൾ തീർത്തു. ഓക്കെ, സോ താങ്ക് യു.